അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പൽ വിട്ടുകിട്ടാൻ 1227.62 കോടി രൂപ കെട്ടിവെച്ചാൽ മതിയെന്ന് കപ്പൽ കമ്പനിയോട് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് കോടതിയുടെ നിർദ്ദേശം. 9531 കോടി രൂപ കെട്ടിവെക്കണമെന്നായിരുന്നു നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ്. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചാണോ ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത്? ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു അഡ്മിറാൽറ്റി സ്യൂട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതിലാണ് ആകെ ഈ കപ്പൽ കമ്പനി നൽകേണ്ട നഷ്ടപരിഹാര തുക 9531 കോടി രൂപയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തത്. അതിൽ ആ കോടതി ഉത്തരവ് അനുസരിച്ചാണ് ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അന്ന് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബി അബ്ദുൽ ഹക്കീം അദ്ദേഹം ഒരു ഉത്തരവിട്ടത്. അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ 9531 കോടി രൂപ ഇപ്പോൾ ഒരു DD ആയി ഹൈക്കോടതിയിൽ കെട്ടിവെക്കണം. അതിന് പകരമായി MSCയുടെ തന്നെ മറ്റൊരു കപ്പൽ അക്കിറ്ററ്റ 2 അറസ്റ്റ് ചെയ്യാനും, വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട കപ്പലായിരുന്നു, അത് അറസ്റ്റ് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇതിനെതിരെ ഈ MSC കപ്പൽ കമ്പനി ഉടമകൾ, മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഉടമകൾ ഹൈക്കോടതിയിൽ കൃത്യമായി തന്നെ അതിനെ എതിർത്തു. പലതരത്തിലുള്ള വാദങ്ങൾ നടന്നു. സംസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരം കപ്പൽ ഈ അപകടം മത്സ്യമേഖല, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ് ഈ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത്. അതിനെയൊക്കെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ നഷ്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആവാസ വ്യവസ്ഥയും അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ഘടനയെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് അന്ന് 9531 കോടി രൂപയുടെ ഒരു കണക്ക് സംസ്ഥാനം ഹാജരാക്കിയത്. എന്തായാലും പക്ഷേ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പലതരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാദങ്ങൾ നടത്തി. ആ വാദത്തിൽ പറഞ്ഞത് ഇത്രയധികം തുക കെട്ടിവെക്കാൻ കഴിയില്ല. മാത്രമല്ല ഇതിങ്ങനെ ഓരോ തരത്തിൽ പല ആളുകൾ ഈ കപ്പലിലെ ചരക്കുമായി ബന്ധപ്പെട്ട ഉടമകൾ നൽകിയ പല ഹർജികളുണ്ട്. അതിനൊക്കെ ഓരോ കപ്പൽ ദൈനംദിനം അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി വാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു 9531 കോടി രൂപ എന്ന് പറയുന്നത് പെരുപ്പിച്ച് കാണിച്ച കണക്കാണ്. അതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല. അതൊരു വസ്തുതകൾ നിരത്തി ചില കണക്കുകൾ ഹൈക്കോടതിക്ക് മുമ്പിൽ വെക്കുകയും ചെയ്തു. ആ വാദം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആകെ ഹൈക്കോടതിയിൽ കെട്ടിവെക്കേണ്ട ഒരു DD ആയി ഒരു ഈ കപ്പൽ വിട്ടുകിട്ടാൻ കെട്ടിവെക്കേണ്ട തുകയുടെ കണക്കാണ് 1227 കോടിയും ചില്ലറ ലക്ഷങ്ങളും ആണ് ഇപ്പോൾ കെട്ടിവെക്കേണ്ടത്. ആ നേരത്തെ ഉണ്ടായിരുന്നു 9531 കോടി രൂപ കെട്ടിവെച്ച ശേഷം മാത്രം കപ്പലിന്റെ ഒരു സഹോദര കപ്പൽ അക്കിറ്ററ്റ, MSCയുടെ തന്നെ അക്കിറ്ററ്റ 2 വിട്ടുകിട്ടാനുള്ള ഒരു ബോണ്ടാണ് നേരത്തെ കെട്ടിവെക്കാൻ പറഞ്ഞിരുന്നത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇളവ് വരുത്തിയിരിക്കുന്നത്. എന്തായാലും കപ്പൽ കമ്പനിയെ സംബന്ധിച്ച് ഈ തുക കെട്ടിവെക്കാമെന്ന് കമ്പനി സമ്മതിച്ചോ കോടതിയിൽ? അത് കെട്ടിവെക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ കപ്പൽ വിട്ടുകൊടുക്കുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളിലേക്ക് പോവുക. ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് ഹൈക്കോടതിയിൽ കെട്ടിവെക്കേണ്ട ഒരു തുകയുടെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ കാര്യമാണ്. പക്ഷേ ഈ അറസ്റ്റ് പിൻവലിക്കുന്നതിൽ ഈ തുക കെട്ടിവെച്ച ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. അതാ ഞങ്ങൾ ഇത് ആ തുക കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി അപകടത്തിലാണ് MSC എൽസ കപ്പൽ വിട്ടുകിട്ടണമെങ്കിൽ 1227 കോടി രൂപ കെട്ടിവെച്ചാൽ മതിയെന്ന് കപ്പൽ കമ്പനിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.